ടോപ്പ് ട്യൂഷൻ്റെ ബേസിക് സയൻസ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ മോഷൻ ആൻഡ് ഫോഴ്സിൻ്റെ തന്നെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. Question: Explain why a ball rolling on a surface stops earlier than a ball rolling on a smooth surface. Okay. അതായത് ഒരു ബോള് റഫ് സർഫേസിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ സ്മൂത്ത് സർഫേസിലൂടെയും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ റഫ് സർഫേസിലൂടെ മൂവ് ചെയ്യുമ്പോഴാണ് ബോള് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. ബോളിൻ്റെ റോളിംഗ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തത് റഫ് സർഫേസിൽ ബോള് റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഫ് സർഫേസിൽ മുൻപ് തന്നെ ബോള് റോളിംഗ് സ്റ്റോപ്പ് ചെയ്യും. കാരണം റഫ് സർഫേസിലാണ് കൂടുതൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത്. അപ്പോൾ ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തിനെ പിടിച്ചു നിർത്താനുള്ളതാണ്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു മൂവ്മെൻറ്റിലിരിക്കുന്ന സാധനത്തിനെ പിടിച്ചു നിർത്താനുള്ള ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഫ്രിക്ഷൻ. അപ്പോൾ റഫ് സർഫേസിൽ കൂടുതൽ ഫ്രിക്ഷൻ ഫോഴ്സുകൾ ഉണ്ട്. അപ്പോൾ കൂടുതൽ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സ്മൂത്ത് സർഫേസിൽ ഫ്രിക്ഷൻ ഫോഴ്സ് കുറവായതുകൊണ്ട് സ്മൂത്തായിട്ട് ആ ബോൾ റോൾ ചെയ്തുകൊണ്ടിരിക്കും. റഫ് സർഫേസിൽ ഫ്രിക്ഷൻ കൂടുതലായതുകൊണ്ട് ഫ്രിക്ഷൻ ആ മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ബോളിൻ്റെ മൂവ്മെൻറ്റിനെ സ്റ്റോപ്പ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: An athlete runs on a 400 meter circular track. After completing one full round, what is the distance he traveled? Okay. അപ്പോൾ ഒരു 400 മീറ്ററിൻ്റെ സർക്കുലർ ട്രാക്കാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ അത്ലറ്റ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും? ടോട്ടൽ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ലെങ്ത് ആണ്. ആ പാത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എത്ര കവർ ചെയ്തു എന്നുള്ളതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതൊരു 400 മീറ്ററിൻ്റെ സർക്കുലർ ട്രാക്കാണ് എന്നാണ്. അപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും അത്ലറ്റ് 400 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ. ക്വസ്റ്റ്യൻ: Why do we often slip on a wet or a sloppy floor? അപ്പോൾ ഒരു സോപ്പി അതുപോലെ തന്നെ വെറ്റ് ഫ്ലോറിൽ നമ്മൾ എങ്ങനെയാണ് വീഴുന്നത്? അപ്പോൾ വീഴുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോപ്പ് അതുപോലെ തന്നെ വെള്ളം ലൂബ്രിക്കൻ്റ് ആയിട്ട് സർഫേസിൽ ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ലൂബ്രിക്കൻ്റ് നമുക്കറിയാമല്ലോ, ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നത് തന്നെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഓൾറെഡി സ്മൂത്തായി കിടക്കുന്ന ഒരു സർഫേസിൽ നമ്മൾ വെള്ളവും സോപ്പും കൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും കൂടി ആ ഫ്ലോറും നമ്മുടെ ഫീറ്റും തമ്മിലുള്ള ഫ്രിക്ഷനെ കുറയ്ക്കും. അങ്ങനെ നമുക്ക് ഗ്രിപ്പ് കിട്ടാതെയാവും. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന വെള്ളം നനഞ്ഞിട്ടുള്ള ഫ്ലോറിൽ അല്ലെങ്കിൽ സോപ്പി ആയിട്ടുള്ള ഫ്ലോറിൽ പെട്ടെന്ന് സ്ലിപ്പായി വീഴാനുള്ള കാരണം. Question: A car speedometer shows a constant reading of 60 km/h. Is the car moving with uniform or non-uniform speed? അതായത് കാറിൻ്റെ സ്പീഡോമീറ്റർ കുറേ നേരമായിട്ട് 60 km/h എന്നുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു റീഡിംഗ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിലൂടെ നമ്മൾ കാറ് നോൺ യൂണിഫോം സ്പീഡിലാണോ അതോ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്നതായിട്ടാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ സ്പീഡോമീറ്റർ കോൺസ്റ്റൻ്റ് ആയിട്ട് റീഡിങ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ കാറ് 60 കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിൽ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം, അതായത് ഓരോ മണിക്കൂർ എന്ന് പറയുമ്പോൾ അതൊരു ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈമാണ്. ആ ഓരോ മണിക്കൂറും 60 കിലോമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊരു യൂണിഫോം സ്പീഡാണ്. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം, ഈക്വൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഈ കാറ് യൂണിഫോം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: What kind of force is magnetism? Contact or non-contact? Explain why. ഓക്കെ. അപ്പോൾ ഒരു മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി
മാഗ്നറ്റിസം ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് തന്നെയാണ്. കാരണം വെറുതെ നമ്മളൊരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ താനെ ഒട്ടിപ്പിടിക്കും അല്ലേ, താനെ അട്രാക്റ്റ് ചെയ്യും. ചെറിയ ചെറിയ സ്മോൾ പീസസുകളിനെയും എത്ര ഡിസ്റ്റൻസിലുണ്ടെങ്കിലും അവർ വെറുതെ വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം, അത്രയും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ റിപ്പൽ ആവുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഫോഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിൻ്റെ ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഫോഴ്സ് വെച്ചിട്ടാണ്, അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടാണ് ഈ പറയുന്ന അയൺ പീസുകളിനെയും മറ്റ് അയൺ സാധനങ്ങളിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്നത്. സോ ഇതൊരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ക്വസ്റ്റ്യൻ, ഗിവ് an എക്സാമ്പിൾ ഫ്രം ഡെയിലി ലൈഫ് where we intentionally increase the friction for our benefit. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റൻഷ്യലി എവിടെയാണ് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാറ്? അപ്പോൾ നമ്മൾ ഇൻറ്റൻഷ്യലി ചെയ്യാറുള്ളത് ഒന്ന് ടയറിൻ്റെ കേസിൽ മാത്രമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം മഴക്കാലത്ത് കൂടുതൽ റോഡുകൾ സ്ലിപ്പറി ആവാറുണ്ട്, സോപ്പി ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ ആക്സിഡൻറ്റ്സ് നമ്മൾ കേൾക്കാറുണ്ട്. സോ ഈ പറയുന്ന ടയറിൻ്റെ ഗ്രിപ്പ് അല്ലെങ്കിൽ ടയറും റോഡുമായിട്ടുള്ള ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടയേഴ്സിൽ ഇതുപോലത്തുള്ള ഗ്രൂപ്പ്സും പാറ്റേൺസൊക്കെ ഇൻറ്റൻഷ്യലി വെക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഫ്രിക്ഷനും, അതായത് റോഡും ടയറും ആയിട്ടുള്ള ഫ്രിക്ഷൻ കൂടും. അങ്ങനെ കൂടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സേഫായിട്ട് സെക്യൂറായിട്ട് റോഡിലൂടെ വാഹനം ഓടിച്ചു പോകാനായിട്ട് പറ്റും. ഇപ്പോൾ വെറ്റ് റോഡിലായാലും പെട്ടെന്ന് ബ്രേക്ക് ഇടുന്ന ഒരു അവസ്ഥ വന്നാലും ഒക്കെ നമ്മളെ ഇത് കൂടുതൽ സഹായിക്കും. ക്വസ്റ്റ്യൻ, ഒരു ട്രെയിൻ 4 മണിക്കൂറിൽ 360 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ട്രെയിനിൻ്റെ സ്പീഡ് എന്താണ്? കിലോമീറ്റർ പെർ അവറിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 360 ആണ്, ആൻഡ് ടൈം തന്നിട്ടുണ്ട് 4 മണിക്കൂറിൽ. അപ്പോൾ 360 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. അപ്പോൾ ആദ്യത്തെ ആൻസർ ഓക്കെ ആയി. കിലോമീറ്റർ പെർ അവറിൽ നമുക്ക് കാണിക്കണം, മീറ്റർ പെർ സെക്കൻഡിലും നമുക്ക് കാണിക്കണം. ഓക്കെ, ഇനി ഇതിന് എങ്ങനെയാണ് ഈ 90 കിലോമീറ്റർ പെർ അവറിന് എങ്ങനെയാണ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നത്? അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 മീറ്റർ ആണ്. അതുപോലെ തന്നെ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് 60 മിനിറ്റ് ആണെന്നും അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1000 ഡിവൈഡ് ബൈ 60 ചെയ്യണം. അതായത് 1000 ഡിവൈഡ് ബൈ 16 എന്ന് പറയുമ്പോൾ 19 ഇൻറ്റു 5/18 ആണ് വരുന്നത്. ഓക്കെ, ആ 1000നെയും 16നെയും നമ്മൾ കട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ 5/18 എന്ന് പറയുന്ന ഫോമിലേക്ക് ആക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റെസിപ്രോക്കലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 90 ഡിവൈഡ് ബൈ 18 ഇൻറ്റു 5, അതായത് 19ൽ 18 എത്ര പ്രാവശ്യം പോവും? 5 വട്ടം പോവും. സോ 5 ഇൻറ്റു 5 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് ആക്കുമ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ 90 കിലോമീറ്റർ പെർ അവർ, 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് മീറ്റർ പെർ സെക്കൻഡിൽ വരുന്നത്. ക്വസ്റ്റ്യൻ, വൈ ഡു വി റബ് ആർ ഹാൻഡ്സ് ടുഗെദർ ഇൻ വിൻ്റർ ടു ഫീൽ വാം? അതായത് നമ്മൾ തണുപ്പ് കാലങ്ങളിൽ കൈകൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തിനാണ് റബ്ബ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ആ റബ്ബ് ചെയ്യുന്നതിൻ്റെ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 കൈ കൊണ്ടും റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ 2 സർഫേസ് തമ്മിലുള്ള ഫ്രിക്ഷൻ പതുക്കെ അതൊരു ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഈ എനർജി ഓഫ് മോഷൻ എന്തായിട്ട് മാറും? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവും. അങ്ങനെ നമ്മളുടെ കൈകളിൽ ചൂട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ചൂട് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എന്ന് വേണം പറയാൻ. Subscribe to this channel for more videos like this. Question, if you drop a crumpled piece of paper and a flat sheet of paper from the same height, the crumpled one falls faster. Why? അതായത് നമ്മൾ കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ ഇങ്ങനെ നല്ല ചുരുട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ നല്ല വൃത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ടും നമ്മൾ ഒരേ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഏത് പേപ്പർ ആയിരിക്കും, പേപ്പർ ബോൾ ആയിരിക്കുമോ അതോ ആ ഒരു ഫ്ലാറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ ആയിരിക്കുമോ ആദ്യം എത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മളിതിന് മുൻപൊരു കാര്യം പഠിച്ചിരുന്നു, സ്ട്രീം ലൈൻഡ് ബോഡി അല്ലെങ്കിൽ സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞൊരു ഡിസൈൻ. അപ്പോൾ ഈ പറഞ്ഞ ചുരുട്ടി വെച്ചിരിക്കുന്ന ഈ ബോളിന് ആ ഒരു സ്ട്രീം ലൈൻഡ് ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ
പെട്ടെന്ന് എയറിനെ റെസിസ്റ്റ് ചെയ്ത് ആ ഒരു ടൈപ്പ് ഓഫ് ഫ്രിക്ഷനെയൊക്കെ മറികടന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, താഴത്തേക്ക് വീഴാനായിട്ട് പറ്റും. പക്ഷെ ഒരു ഫ്ലാറ്റ് ഷീറ്റ് ഓഫ് പേപ്പറിന് ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, എയറിലൂടെ പെനട്രേറ്റ് ചെയ്ത് അത്ര എളുപ്പത്തിൽ വേഗത്തിലും പോകാൻ പറ്റില്ല. സോ അത് പതുക്കെ പതുക്കെ ആയിട്ടായിരിക്കും താഴെ വീണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു എയറിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ഫ്രിക്ഷൻ 2 ടൈപ്പായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിലൊന്നാണ് ഈ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പെട്ടെന്ന് താഴെ വീഴാനായിട്ട് സഹായിച്ചത്. ക്വസ്റ്റ്യൻ: You see a flash of lightning and a few seconds later you hear the thunder. Why is there a delay? അപ്പോൾ എന്താണ് അവിടെ അങ്ങനെ ഒരു ഡിലേ സംഭവിക്കാനുള്ള കാരണം? അപ്പോൾ ഡിലേ എന്തുകൊണ്ടുണ്ടാകുമെന്ന് വെച്ചാൽ സൗണ്ടിനേക്കാളും ഏറ്റവും വേഗത്തിൽ ട്രാവൽ ചെയ്യുന്നതാണ് ലൈറ്റ്. അപ്പോൾ നമുക്ക് സൗണ്ട് എത്തുന്നതിന് മുൻപേ അതുകൊണ്ടാണ് ലൈറ്റ് ട്രാവൽ ചെയ്ത് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതായത് അതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ തോന്നാൻ കാരണം. പെട്ടെന്ന് വരും, അത്രയും സ്പീഡാണ് ലൈറ്റിനുള്ളത്. അപ്പോൾ ഒരു സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് വളരെ കുറവാണ്. അതിന് മുൻപ് തന്നെ, അതായത് അതിനേക്കാളും സ്പീഡിലാണ് ലൈറ്റ് വരുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് ആദ്യം ലൈറ്റ്നിങ് വന്നതിന് ശേഷം പിന്നെ തണ്ടറിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ക്വസ്റ്റ്യൻ: Is the moon in motion or at rest with respect to Earth? അപ്പോൾ എർത്ത് ഒരു റെഫറൻസ് ഒബ്ജക്റ്റാക്കി വെക്കുക എന്നുണ്ടെങ്കിൽ മൂൺ മോഷനിലാണോ അതോ റെസ്റ്റിലാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എർത്ത് നമ്മൾ ഒരു റെഫറൻസ് ഒബ്ജക്റ്റാക്കി എർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂൺ മോഷനിൽ തന്നെയാണ് ഉള്ളത്. മൂൺ ഇങ്ങനെ എർത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ എർത്തിനൊരു റെഫറൻസ് ഒബ്ജക്റ്റായി വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് പുട്ടിംഗ് ഓയിൽ ഇൻ ദ മൂവിങ് പാർട്സ് ഓഫ് ദി സ്യൂയിങ് മെഷീൻ? അപ്പോൾ സ്യൂയിങ് മെഷീനിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓയിലൊക്കെ അല്ലെങ്കിൽ ഗ്രീസൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതെന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഓയിൽ എന്ന് പറയുന്നത് ഒരു ലൂബ്രിക്കൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് മെഷീൻസിൻ്റെ എല്ലാം. അപ്പോൾ ഈ ഓയിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ മെറ്റൽ പാർട്സ് അല്ലെങ്കിൽ മൂവിങ് പാർട്സിനെയൊക്കെ അതിൻ്റെ നടുവിലുള്ള കുറച്ച് ഫ്രിക്ഷനും കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവുക എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് വെയർ ആൻഡ് ടയർസ് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിട്ട് ജാമായി കിടക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ ഓയിലും ഗ്രീസും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ചൂടായി കഴിഞ്ഞാലും മെഷീൻസ് വർക്കാവില്ല. അപ്പോൾ അതിനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: when a leaf falls from a tree, what are the two main forces acting on it? അപ്പോൾ ഒരു ട്രീയിൽ നിന്ന് ലീഫ് അല്ലെങ്കിൽ ഫ്രൂട്ട് താഴത്തേക്ക് വീഴുന്ന സമയത്ത് എന്ത് 2 ഫോഴ്സസ് ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക? ഓക്കെ, അപ്പോൾ 2 മെയിൻ ഫോഴ്സസ് ആണ്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും പിന്നെ എയറിൻ്റെ റെസിസ്റ്റൻസും. അങ്ങനെ 2 മെയിൻ ഫോഴ്സാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അത് ജസ്റ്റ് ആ ലീഫ് അല്ലെങ്കിൽ ആ ഫ്രൂട്ടിനെ താഴത്തേക്ക് പുള്ളി ചെയ്യും. ഓക്കെ, എയർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതൊരു ടൈപ്പ് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഇത് ആ ലീഫ് താഴോട്ട് വരുന്ന ആ മോഷൻ ഉണ്ടല്ലോ, ആ ഒരു മൂവ്മെൻറ്റ്, ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, അതിനെ ഒപ്പോസ് ചെയ്യുന്നതായിരിക്കും ഈ പറയുന്ന എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പം അങ്ങനെ 2 മെയിൻ ഫോഴ്സസ് ആണ് ഉണ്ടാവുന്നത്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.